ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്കാ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു ചെറിയ ഇതാണ്. ഇവിടുന്ന് ഷോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയായിട്ട് എസ് എൽ വെച്ചിട്ടുണ്ട്. ഡേയിലൊക്കെ ടാർഗറ്റ് നോക്കാം, പക്ഷേ എസ് എൽ അടിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിലാണ് എടുത്തിട്ടുള്ളത്. നോക്കാം. കോസ്റ്റ് ഇപ്പോൾ റണ്ണിങ് ആണ്. എന്താവും എന്താ നോക്കാം. കോസ്റ്റിൽ ട്രേഡ് റണ്ണിങ് ആണ്. ചെറിയ പ്രോഫിറ്റ് എന്ന് പറയാനില്ല. അടിച്ച് പോവോ അറിയില്ല. ലോസ് ആണെങ്കിൽ ഏതാണ്ട് ഒരു 2000 റുപ്യ ലോസ് വരുക. നോക്കാം. മാർക്കറ്റ് ബുള്ളിഷായെങ്കിൽ പണി കിട്ടും. ഈ ഒരു ഏരിയയൊക്കെ ടാപ്പ് ചെയ്യാൻ ഒന്നുകൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ എസ് എൽ അടിച്ചു പോകും. ഇപ്പോൾ ചെറിയൊരു ലോസ് തന്നെയാണ് ഉള്ളത്. അറിയില്ല. അവിടെ നിന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ ലോസ് ആണെങ്കിൽ ഏതാണ്ട് 2000 പ്ലസിന് ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഒരു 1 ഇതെത്ര ഇപ്പോൾ ഇട്ടിട്ടുള്ളത്? 1:7.5 കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് 1:5 ആയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇറങ്ങാം. ഒരു 10,000 ഒക്കെ പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇറങ്ങാം. ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ 1:1 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 1:1 ആയിട്ടുണ്ട്. കോസ്റ്റിലേക്ക് എസ് എൽ ഇപ്പോൾ ട്രയൽ ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് എസ് എൽ കൊടുത്ത് മാറാം. ലോസ് ആണെങ്കിൽ 2000 റുപ്യ ലോസ്, അല്ലെങ്കിൽ ഒരു 1:5 ഒരു 10,000 പ്രോഫിറ്റ് നോക്കാം. ഡേയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇതുണ്ടാവും. ഡേയിലൊക്കെ എത്തിയിട്ടുണ്ട് 1:10 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഡേയിലോ ഒന്നും പോകുമെന്ന് പറയാൻ പറ്റില്ല. നോക്കാം. ഡേയിലോ പോയിട്ടുണ്ടെങ്കിൽ ഒരു 20,000 വരെയൊക്കെ പ്രോഫിറ്റ് പോയേക്കാം ഡേയിലോ പോവുകയാണെങ്കിൽ. പക്ഷേ ഡേയിലോ ഒന്നും എത്തുമെന്ന് അറിയാൻ പറ്റില്ല. നോക്കാം. ഈ വീഡിയോയിൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് 25,680. ഏതാണ്ട് 1:1.5 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊതുവേ 1:1.5 2 ഒന്നും ബുക്ക് ചെയ്യാറില്ല. ഒരു 1:5 ഒക്കെ എത്തുമോ നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, 1:2 ആയിട്ടുണ്ടായിരുന്നു. ഒന്നും ബുക്ക് ചെയ്യണില്ല. കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് സാധനം. നോക്കാം. ഡ്രസ്സിൽ തൂക്കും തോന്നണം. ബാങ്കിൽ ഒരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിഫ്റ്റി വീക്ക്നെസ്സിൽ കാണിക്കുന്നത്. എന്താ ചെയ്യാം.
ഓക്കെ 1:1 റണ്ണിങ് ആണിപ്പോൾ. നോക്കാം 1:1. ഇപ്പോൾ കോസ്റ്റിൽ വെക്കണം. വേണ്ട എസ്എൽ അടിക്കുന്നത് 2000 പോട്ട് പോലെ. എസ്എലാക്കി 2000 റുപ്പീസ് ക്വസ്റ്റിൽ കൊടുത്ത് മാറും. അല്ലെങ്കിൽ ഒരു 1:5 നോക്കാം. 1:5 എത്തുവാണെങ്കിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡേലോ. ഓക്കെ, എനിക്ക് ഡേലോ അല്ലെങ്കിൽ 1:5 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബെയറിഷ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷേ സെൻസസും താഴേക്ക് തന്നെയാണ് തോന്നുന്നത്. നോക്കാം, പോയെങ്കിലേ പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഓവറോള് നല്ല ബെയറിഷ് മാർക്കറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ ഇന്നലെ നല്ല രീതിയിൽ ബുള്ളിഷായി വന്നിട്ടുണ്ടായിരുന്നു. സോ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഏതായാലും താഴേക്ക് തന്നെയാണ് നമ്മുടെ വ്യൂ. ഡേലോ എത്തുമെങ്കിൽ ഓക്കെ, അല്ലെ 1:5 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൺ. ഇപ്പോൾ 1:2 ആയിട്ടുണ്ടായിരുന്നു. 1:2 കുറച്ചുകൂടി പോയിട്ടുണ്ട്. ഒരു 1:2.5 ഓക്കെ, ഒരു 5000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 1:2.5 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു ഡേലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10,000 നൽകിക്കില്ല, 20,000 ഒക്കെ ചിലപ്പോൾ ഡേലോ ഒക്കെ എത്തിയിട്ടുണ്ട്, കിട്ടുമായിരിക്കും ചിലപ്പോൾ. നോക്കാം. പക്ഷേ 1:5 ആയിക്കഴിഞ്ഞാൽ നോക്കിയിട്ട് ചിലപ്പോൾ ബുക്കാക്കുക. ഈ ഒരു ഏരിയയിലുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് മാറും. ഓക്കെ, സ്പൈക്ക് വരട്ടെ, താഴേക്ക് ഒരു സ്പൈക്ക് വരട്ടെ. ഇതെന്നാ കളിക്കുന്നത്? ഇവിടെ സപ്പോർട്ടാവുമോ? വീഡിയോ ഉണ്ടല്ലോ ലിക്വിഡ് ഏരിയ. ഇല്ല, ബ്രേക്കായി. താഴത്തെയും കൂടി ഒറ്റയിൽ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈസിലി 1:5 എത്തിയിട്ടുണ്ടാവും. 1:5 ഈ ഒരു ലിക്വിഡ് ഏരിയ ടച്ച് ആകുമ്പോൾ തന്നെ 1:5 ആവും. എന്നിട്ട് നോക്കാം. എന്നിട്ട് അവിടെയുള്ള സ്ട്രോങ് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് മാറണമെങ്കിൽ മാറാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 1:5 കിട്ടിപ്പോവായിരിക്കും. ഇതിപ്പോൾ 1:3 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 6,000 ആകുമ്പോഴേക്ക് 1:3 ആയിട്ടുണ്ട്. 25,650 ബ്രേക്ക് ചെയ്യുമോ ഇല്ല, സപ്പോർട്ടായി ആക്റ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. നോക്കാം. ബാങ്കിൻ്റെ അവസ്ഥയാണ്. ബാങ്ക് നല്ല ബെയറിഷ് ആകുന്നുണ്ട്. ഓക്കെ, ബാങ്ക് അത്യാവശ്യം ബെയറിഷാണ്. നല്ല രീതിയിൽ പൊട്ടി താഴേക്ക് വരുമെന്ന് തോന്നുന്നു. ഒരൊറ്റ സ്പൈക്ക് വാടായിരുന്നു. ചുമ്മാണെന്ന് സപ്പോർട്ടാക്കുമോ? സപ്പോർട്ടാക്കുമോ? നിഫ്റ്റി ഇവിടുന്ന് റിവേഴ്സായി പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഏതാണ്ട് 1:3 എബോവ് പോയതാണ്. ഇല്ല, എന്തായാലും 1:5 അല്ലെങ്കിൽ കോസ്റ്റ് തിരിച്ച് പേഴ്സണൽ അടിച്ചാലും എനിക്ക് വിഷയമുള്ള കേസല്ല. സാറില്ല പൊന്ത പോട്ടെ.
എന്തായാലും കോസ്റ്റിലേക്ക് ഒന്നും ട്രയൽ ചെയ്യാൻ ഉദ്ദേശമില്ല. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ. ഒരു 1:5 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ 1:5 ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് എന്താ? ബാങ്ക് നിഫ്റ്റി ആദ്യ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ബുക്ക് ചെയ്യണോ? 3 പോയതാണ്. വേണ്ട, ബുക്ക് ചെയ്യണ്ട. ഇത് നമ്മൾ പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം, അല്ലാതെ ചുമ്മാ തോന്നുപോലാക്കുക. ഒക്കെയാണ് 1:3 ആയതാണ്. 1:3 പോയതാണ്. ഞാൻ 1:4 ആയിട്ടുണ്ട്. 1:4 ബ്രേക്ക് ആയോ? സപ്പോർട്ടാക്കുന്നുണ്ടോ? സപ്പോർട്ടാക്കുക. അവിടെ നിന്ന് നല്ല റിവേഴ്സിൽ വരുന്നുണ്ടല്ലേ. എന്താ വേണ്ടേ? എക്സിറ്റ് ചെയ്ത് മാറണം. സ്ത്രീ പോയതാണ്. എന്നുണ്ട് എക്സിറ്റ് ചെയ്യണ്ടാവും, ഹോൾഡ് ചെയ്യും. എന്താ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ. എന്നൊക്കെ തിരിച്ചു പോയിക്കോളും. SL അടിക്കുന്നില്ലല്ലോ, 2000 ലോസല്ലേ വരുള്ളൂ. ഹോൾഡ് ചെയ്യണോ? 1:3.5 പോയി ഓൾറെഡി. ഇനി ലോസിൽ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരാണ്. കോസ്റ്റിലേക്ക് SL ട്രയൽ ചെയ്യണോ? നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കടാ. ഇത് മാർക്കറ്റ് ഇഷ്ടത്തിന് വെച്ചിട്ട് ഇനി അതിൻ്റെ അനുസരിച്ചിട്ടുള്ളല്ലേ. ബുക്ക് ചെയ്തിട്ടുണ്ട്. പോട്ട് പോയി